കവിതാ നേരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കവിതാ നേരം, മലയാള കവിതകൾക്ക് ഒരിടം. മുത്തശ്ശിക്കഥകളും പഴംപാട്ടുകളും തേനൂറും കവിതകളുമൊക്കെ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നരുവാമൂട് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ കേൾക്കാൻ വീണ്ടും വീണ്ടും കൊതിക്കുന്ന ഇമ്പമാർന്ന കവിതകളുടെ മാസ്മരിക ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. മലയാളത്തിന്റെ കാവ്യസൂര്യൻ ONV കുറുപ്പ് രചിച്ച മലയാളം എന്ന കവിതയുമായി 1ാം ക്ലാസ് വിദ്യാർത്ഥി നവനീത് കൃഷ്ണൻ കവിതാ നേരത്തിലെത്തുന്നു. മലയാളത്തിൻ്റെ പ്രശസ്ത കവി ശ്രീ ONV കുറുപ്പ് ഭാരതത്തിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ നൂറുകണക്കിന് ഗാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാഷാസ്നേഹം തുളുമ്പി നിൽക്കുന്ന മലയാളം എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്ത് പവിഴങ്ങൾ കുരുത്തൊരു പുന്നനൂൽ പോലെ. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്ത് പവിഴങ്ങൾ കുരുത്തൊരു പുന്നനൂൽ പോലെ. മണ്ണിൽ വീണ കുരുത്ത് നെന്മണി വിത്ത് മുള പൊട്ടി, മിന്നുമീല വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വീർപ്പ് വിതച്ചവർ തൻ ഈണമായി വന്നു, അന്ന് പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്ത് പവിഴങ്ങൾ കുരുത്തൊരു പൊന്നനൂൽ പോലെ. കുഞ്ചലും കുറുമൊഴികളും പോയി കഥകൾ പലതോതി, നെഞ്ചണച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേൻകിനിയും വാക്കിലൂതി വളർന്നു മലയാളം. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്ത് പവിഴങ്ങൾ കുരുത്തൊരു സ്വർണ്ണമാലിക പോൽ. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, മുത്ത് പവിഴങ്ങൾ കുരുത്തൊരു പൊന്നനൂൽ പോലെ. എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം, എൻ്റെ മലയാളം, എൻ്റെ മലയാളം. ഇമ്പമാർന്ന ഗാനങ്ങൾ പാടാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ മലയാളിത്തം നിറഞ്ഞു നിൽക്കുന്ന ഈ കവിത തന്നെ ചൊല്ലുവാനായി തിരഞ്ഞെടുത്തത്. നമസ്തേ. മലയാള കവിതയെ ചെലങ്ക കെട്ടി അടിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കാവ്യനർത്തകി എന്ന കവിത കേട്ടാലോ? ആലാപനം 3ാം ക്ലാസ് വിദ്യാർത്ഥി ദേവദർശ് നായർ. ഹരിയോ. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. രമണനടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവായ അദ്ദേഹം മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കവിയാണ്. കവിതാ സമാഹാരങ്ങളും ഖണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലും ഉൾപ്പെടെ 57 കൃതികൾ അദ്ദേഹം കൈരളിക്കു കാഴ്ചവെച്ചിട്ടുണ്ട്. അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ രചിച്ചതുകൊണ്ട് തന്നെയാകാം പ്രൊഫസർ MK സാനു അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന് വിശേഷിപ്പിച്ചത്. മലയാള ഭാഷയെ ചിലങ്ക കെട്ടി അടിച്ച അദ്ദേഹത്തിൻ്റെ കാവ്യനർത്തകി എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. കനകച്ചിലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമിൽ കോണ
ഒളിയലകൾ ചിന്നി അഴകോരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചൂടു നെടുവീർപ്പുകൾക്കിടയിലും കൂടി അതികന്യകളുടു കന്യകൾ മണിവീണകൾ മീട്ടി അപ്സരരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കുമാ മധുര സ്വരവീചികൾ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമരത്താരുകൾ പോൽ തത്തീലയ ഭംഗി സതത സുഖ സുലഭത നിറാപറ വെച്ചു മൃദുശോഭകൾ നിൻ മുന്നിൽ താലം പിടിച്ചു തങ്കത്തരി വളയിളക്കി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി തങ്കത്തരി വളയിളക്കി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി. മലയാള കവിതകൾ മനഃപ്പാഠമാക്കി ഈണത്തിൽ ചൊല്ലുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മലയാള കവിതയുടെ ഭംഗിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ കവിത എന്നെ ഏറെ ആകർഷിച്ചു. മലയാള കവിത ഒരു കാവ്യ നർത്തകിയായി കവിയുടെ മുന്നിൽ വന്ന് നൃത്തം ചെയ്യുമ്പോൾ ആ കാവ്യ നർത്തകിയുടെ ഗുണഗണങ്ങളെ കവി വർണ്ണിക്കുകയാണ്. മലയാള ഭാഷയുടെ കണ്ഠത്തിൽ ചാർത്തിയ ഒരു കാവ്യരത്നമാല്യമാണ് കാവ്യ നർത്തകി. ചങ്ങമ്പുഴയുടെ ഈ കവിതയെ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായവും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ മറക്കരുത്. മലയാണ്മയുടെ ശ്രേഷ്ഠതയും ലാളിത്യവും ഭാവവും ഇഴചേർന്ന ഒട്ടനവധി കവിതകളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.